മലബാർ മേഖലയിലെ യാത്രക്കാരുടെയൊക്കെ പ്രതികരണങ്ങൾ, അവർക്ക് എത്രത്തോളം സന്തോഷമുണ്ട് ഈ പ്രഖ്യാപനം വി ഡി സതീശൻ സർക്കാരിന്റെ ആദ്യ ക്യാബിനറ്റിൽ നിന്ന് വരുമ്പോൾ? പ്രതീക്ഷ തീർച്ചയായും വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഇങ്ങനൊരു വാഗ്ദാനം ജനങ്ങൾ കേട്ടിരുന്നത്, പ്രത്യേകിച്ച് സ്ത്രീകൾ കേട്ടിരുന്നത്. അപ്പോൾ എന്ന് മുതലാണ് സ്ത്രീകൾക്ക് സൗജന്യമായി ലഭിച്ചു തുടങ്ങുക എന്ന ചോദ്യമാണ് ഈ ദിവസങ്ങളിലൊക്കെ ഉയർന്നു വന്നിരുന്നത്. ഏതായാലും ഇപ്പോൾ ആദ്യ ക്യാബിനറ്റിൽ തന്നെ ആ പ്രഖ്യാപനവും ശേഷം പ്രഖ്യാപനവും വരികയാണ്. കോഴിക്കോട് KSRTC ടെർമിനലിലാണ് എപ്പോഴും നല്ല തിരക്കുള്ള KSRTC ഡിപ്പോകളിൽ ഒന്നാണ്. അപ്പം സ്ത്രീകളാണ് പ്രധാനമായും കൂടുതൽ യാത്രക്കാരെന്നതും. നമുക്കിപ്പം ഇവിടെ കുറച്ച് യാത്രക്കാരുണ്ട്, അവരോടൊക്കെ നമുക്ക് ചോദിച്ചു നോക്കാം, പ്രതികരിക്കോ ഇല്ലയോ എന്നറിയില്ല. ജൂൺ 15 മുതലാണ് സ്ത്രീകൾക്ക്, നിങ്ങൾക്ക് ഇനി ടിക്കറ്റ് സൗജന്യമായി വരികയാണ്. എന്താണ് പ്രതികരണം? സന്തോഷമാണോ? നല്ലതാണ്. വരുന്ന മുഖ്യമന്ത്രി പറഞ്ഞു. ഓക്കെ, നല്ലതാണ്. ജൂൺ 15 മുതൽ. ഓക്കെ, നല്ലതാണ്. എന്താ ഇത്ര പറയാനുള്ളത്? വന്നാൽ നല്ലതാണ് തീർച്ചയായിട്ടും. യാത്രകളൊക്കെ പോവുക? തീർച്ചയായിട്ടും. KSRTC എനിക്ക് ഇഷ്ടപ്പെട്ട ബസ്സാണ്. അതുകൊണ്ട് ഇനി സ്പെഷ്യൽ യാത്രകൾ നടത്തും. സ്പെഷ്യൽ യാത്ര നടത്തും, തീർച്ചയായിട്ടും നടത്തും. ദൂരയാത്രയ്ക്ക് നമുക്ക് അങ്ങനെ പോകാമല്ലോ. ഇപ്പൊ നിങ്ങൾ കുടുംബമായിട്ടാണ് പോകുന്നല്ലേ? അതെ. ഇപ്പൊ എങ്ങോട്ടാ യാത്ര? വേണ്ടി വെയിറ്റ് ചെയ്യാണ്. എങ്ങോട്ടാ യാത്ര? താമരശ്ശേരിക്ക്. ജൂൺ 15 മുതൽ ഇതുപോലെ താമരശ്ശേരി യാത്രയ്ക്കൊക്കെ ഒന്നും ടിക്കറ്റ് വേണ്ടാന്ന് വരും, എങ്ങനെ വിചാരിക്കാം. അത് പ്രാവർത്തികമായാൽ നന്ന്. എക്സലന്റ്, വളരെ സന്തോഷം. ചേച്ചി ഒരു മിനിറ്റ് ഒന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾ ഫാമിലി ആയിട്ടാ അല്ലേ? അപ്പോൾ ആ പ്രഖ്യാപനം മുഖ്യമന്ത്രിയിൽ നിന്ന് വരികയാണ്. ജൂൺ 15 മുതൽ വനിതകൾക്ക് KSRTCയിൽ സൗജന്യമാണെന്ന്. എന്താ പറയാനുള്ളത്? വളരെ നല്ല കാര്യമാണ്. സ്ത്രീകൾക്ക് യാത്ര ചെയ്യാനും അവർക്ക് ഏൺ ചെയ്യാൻ പറ്റും പൈസ. അതെന്ന് വെച്ചാൽ അത് മാറ്റി വയ്ക്കാൻ പറ്റും. ഡെയിലി മന്ത്ലി ആകുമ്പോൾ നമുക്കൊരു തുക കിട്ടുമല്ലോ, അവർക്കത് ഏൺ ചെയ്യാൻ പറ്റും. യാത്ര സുഖമായിരിക്കും. ഒരുമിച്ചാണോ? അതെ, ഞങ്ങൾ ഒരുമിച്ച്. ഹസ്ബൻഡ്. ഇപ്പോൾ ചേട്ടന് മാത്രം ടിക്കറ്റ് എടുക്കുന്ന അവസ്ഥ? അത് കുഴപ്പമില്ല. സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി, അവരുടെ നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്നതല്ലേ. അത് നമ്മുടെ സംസ്ഥാനത്തിനൊരു നല്ല കാര്യമായിരിക്കും. ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് നടക്കുവാണെങ്കിൽ. രണ്ടുപേർ യാത്ര ചെയ്യുമ്പോൾ ഇനി ഒരാൾക്ക് ടിക്കറ്റ് മതി എന്നതാണ്. ഒറ്റ നിമിഷം ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം വരികയാണ്. ജൂൺ 15 മുതൽ സ്ത്രീകൾക്ക് സൗജന്യമെന്ന് KSRTC. വളരെ നല്ല കാര്യം. അതിനെ സ്വീകരിക്കുന്നു. അത് ഞാൻ ഓൾറെഡി കർണാടകത്തിൽ അതിൻ്റെ ഇത് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് അവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. കർണാടകയിലാണ്? ഞാൻ ബാംഗ്ലൂരാണ്. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ ഇത് ഓൾറെഡി കിട്ടുന്നുണ്ട്. അത് ഗ്യാരണ്ടിയുടെ ഗുണഭോക്താവാണ്. അതെ. അപ്പം അതൊരു ഞാൻ അതിൽ സ്വാഗതം ചെയ്തു. ഫാമിലിയാണ്? അതെ. ചേട്ടാ, ഇപ്പോൾ നമ്മൾ രണ്ടുപേരും പോയി കഴിഞ്ഞാൽ ഒരാൾക്കല്ലേ ടിക്കറ്റ് വേണ്ടു? ഇനി തുടങ്ങി കഴിഞ്ഞാൽ 15 തുടങ്ങുന്ന പറഞ്ഞു. കർണാടകയിൽ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട്. ഇവരതിൻ്റെ ബെനിഫിഷ്യറിയാണ് ഓൾറെഡി. നല്ല കാര്യം.